ആലപ്പുഴയിലെ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ യോഗം ചേർന്നു. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് യോഗം ചേർന്നത്. നിയമസഭയ്ക്ക് ശേഷം മർദ്ദനമേറ്റ MLA AD തോമസിന്റെയും അജയ് ജുവലിന്റെയും മൊഴിയെടുക്കും. മർദ്ദിച്ച ഗൺമാൻമാർക്ക് ഹാജരാകാൻ നോട്ടീസും നൽകും. ഫൈസൽ അസീസ് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഈ ഗൺമാൻമാർ എന്നാണ് ഹാജരാകേണ്ടത്? ഈ SITയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഇന്നാണ് SITയുടെ മുഴുവൻ സംഘവും ആലപ്പുഴയിൽ എത്തിയത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഈ SITയുടെ തലവൻ AD ഷൗക്കത്ത് അലിയുമായി ഇവർ യോഗം ചേർന്നത്. അതിനുശേഷം നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് യോഗം, എന്താണ് നിലവിലെ സാഹചര്യമെന്ന് വിലയിരുത്താനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ് തുടർ നടപടിക്രമങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. ഏതായാലും നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതിനുശേഷം ആലപ്പുഴ MLA AD തോമസിനെയും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ഉൾപ്പെടെ അജയ്യുടെയും ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. മാത്രമല്ല, ഗൺമാൻമാർക്ക് ഹാജരാകാനുള്ള നോട്ടീസ് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് എപ്പോൾ ഹാജരാകണമെന്ന് ആ വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ, അതായത് കഴിഞ്ഞ ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ഫയലുകൾ പുതിയ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഏതായാലും എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് കൈമാറാനാണ് തീരുമാനം. ഇനി തുടർ നടപടികൾ എന്ന് പറയുന്നത് മൊഴിയെടുക്കും, അതുപോലെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കും, അതുപോലെ ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ കിട്ടാനുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക.